ഹലോ നമസ്കാരം, രഞ്ജിത്ത്. എങ്ങനെയാണ് എക്സിബിഷനുകളിൽ പങ്കെടുക്കേണ്ടത്? അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫെയറിലോ ഏതെങ്കിലും ഒരു വലിയ തരത്തിലുള്ള ഗെറ്റ് ടുഗദറിലോ അല്ലെങ്കിൽ വലിയ എക്സിബിഷനുകളിലോ ഒക്കെ പോകുന്ന സമയത്ത് എങ്ങനെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്, അതിനെ എങ്ങനെ പരമാവധി യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് ഈ വീഡിയോ. ഏറ്റവും ആദ്യത്തെ ഭാഗം കൃത്യമായിട്ടുള്ള റിസർച്ച് തന്നെയാണ്. പലപ്പോഴും ഏതെങ്കിലും ഒരു എക്സിബിഷനിലേക്ക് പോകുമ്പോൾ, ഉദാഹരണമായി പറയുകയാണെങ്കിൽ കാൻറ്റൺ ഫെയർ, ചൈനയിലെ കാൻറ്റൺ ഫെയർ ആണ് ഏറ്റവും ബ്രാൻഡഡ് ആയിട്ടുള്ള ഗ്ലോബൽ എക്സിബിഷനുകളിൽ ഒന്ന്. ഒരു കാര്യം കൂടി പെട്ടെന്ന് പറഞ്ഞോട്ടെ, കാൻറ്റൺ ഫെയറിലേക്ക് നമ്മളൊരു യാത്ര പോകുന്നുണ്ട്, ഏകദേശം 35-40 ഓൺട്രപ്രണേഴ്സുമായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് ഒരു സീറ്റ് വേണമെങ്കിൽ തീർച്ചയായിട്ടും ആസ് സൂൺ ആസ് പോസിബിൾ നിങ്ങൾക്ക് ഈ നമ്പറിൽ ബന്ധപ്പെടാം. അത് ഏതാണ്ട് ഫില്ല് ചെയ്ത് വരികയാണ്. നമ്മൾ ഏകദേശം ഒരു 3-4 ദിവസമേ ആയിട്ടുള്ളൂ അനൗൺസ് ചെയ്തിട്ട്. അപ്പോഴേക്കും ഏകദേശം ഫില്ല് ചെയ്ത് വരുന്നു. ഏകദേശം 25ഓളം ആളുകൾ ഓൾറെഡി ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി ഏകദേശം 10-12ഓളം സീറ്റുകൾ ബാക്കിയുണ്ട്. എത്രയും പെട്ടെന്ന് നിങ്ങൾ ഇതിൽ വിളിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കാൻറ്റൺ ഫെയറിലേക്ക് ബിസിനസ് ഡിസ്കഷൻസും തോട്ട് പ്രോസസ്സുകളും ഒക്കെയായി വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു യാത്ര നമുക്ക് പോകാം. ഞാനായിരിക്കും ലീഡ് ചെയ്യുന്നത്. കെയർ ട്രാവൽസ് ആണ് ഇത് സംഘടിപ്പിക്കുന്നത്. എങ്ങനെയാണ് ഈ എക്സിബിഷനിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ കുറച്ച് പരിപാടികൾ ചെയ്യാനുണ്ട്. ഏറ്റവും ആദ്യത്തെ കാര്യം റിസർച്ചാണ്. അതായത് ആരൊക്കെയാണ് എക്സിബിറ്റേഴ്സ്, എന്തൊക്കെ സാധനങ്ങളാണ് അവിടെ എക്സിബിറ്റ് ചെയ്യപ്പെടുന്നത്, എന്താണ് നമ്മളുടെ ഒബ്ജക്റ്റീവ്. അപ്പോൾ നമ്മളുടെ കാൻറ്റൺ ഫെയർ യാത്രയിൽ ഒരു 3 ദിവസം കാൻറ്റൺ ഫെയറിൽ നമ്മൾ സ്പെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ബാക്കി ദിവസം ചൈനയിലെ മറ്റുള്ള കുറച്ച് സ്ഥലങ്ങളിൽ ഒരു ട്രിപ്പൊക്കെ ആയിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ട്രിപ്പാണ്. പക്ഷേ ആ 3 ദിവസം നമ്മൾ സ്പെൻഡ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് സ്പെൻഡ് ചെയ്യേണ്ടത്? അവിടെ ചെന്ന് റിസർച്ച് നടത്താമെന്ന് വിചാരിക്കരുത്. ബാക്ക്ഗ്രൗണ്ടിൽ ഒരു റിസർച്ചൊക്കെ നടത്തിയിട്ട് വേണം പോകാനായിട്ട്. അതിനുള്ള ഇപ്പോൾ നമ്മുടെ ടീമിൽ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള മെത്തഡോളജീസ് ഒക്കെ ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ടാവും. പക്ഷേ റിസർച്ച് നടത്തേണ്ടത് ആവശ്യമാണ്. ആരൊക്കെയാണ്, ഏതൊക്കെ തരത്തിലുള്ള ഐറ്റംസ് ആണ്, എങ്ങനെയൊക്കെയാണ് പ്രൊഡക്റ്റുകൾ അവിടെ ഉണ്ടാവുക എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഏകദേശം ഒരു ധാരണ ഉണ്ടാക്കുക. കാരണം അവിടെ ചെന്ന് പിന്നെ സമയം കളയേണ്ട കാര്യമില്ല. രണ്ടാമത്തെ പോയിന്റ് നെറ്റ്വർക്കിംഗ് ആൻഡ് റിലേഷൻഷിപ്പ് ബിൽഡിംഗ് ആണ്. പലപ്പോഴും അവിടെ ഓൾറെഡി എക്സിബിറ്റ് ചെയ്യപ്പെടുന്ന സ്റ്റോളുകൾ ഏതൊക്കെയാണ് എന്നുള്ളതിൻ്റെ ഏകദേശ ധാരണയൊക്കെ കിട്ടും. അപ്പോൾ വേണമെങ്കിൽ മുൻപേ നമുക്ക് മെയിൽ അയക്കുകയും മെസ്സേജ് അയക്കുകയും ഒക്കെ ചെയ്തിട്ട് അവരുമായിട്ട് ചില ബന്ധങ്ങൾ സ്ഥാപിക്കാനുള്ള അവസരങ്ങളുണ്ട്. പലപ്പോഴും ഫോറിൻ കൺട്രീസിൽ അല്ലെങ്കിൽ ഫോറിനേഴ്സിൻ്റെ അടുത്തൊക്കെ ഒരു അപ്പോയിൻമെൻ്റ് എന്നൊക്കെ പറയുന്നത് അവർ വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ആളുകളാണ്. കൃത്യമായ സമയത്ത് അപ്പോയിൻമെൻ്റ് എടുക്കുകയും വളരെ കാര്യമാത്ര പ്രസക്തമായി സംസാരിക്കുകയും ബുള്ളറ്റ് പോയിന്റ്സ് ഒക്കെ വെച്ചിട്ട് കാര്യങ്ങൾ നോട്ട് ചെയ്തെടുക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോടുകൂടി സംസാരിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ ഏതെങ്കിലും കാര്യം സോഴ്സ് ചെയ്യാനോ അല്ലെങ്കിൽ പഠിക്കാനോ ഒക്കെയാണ് ശ്രമിക്കുന്നതെങ്കിൽ കൃത്യമായി അത് എന്താണെന്നുള്ളത് നോട്ട് ചെയ്ത് പോയിട്ട് തന്നെ അവരോട് കൃത്യമായി പ്രസൻറ്റ് ചെയ്ത് അവരോട് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ചോദിച്ച് അതിനുള്ള കൃത്യമായ ഉത്തരങ്ങൾ മേടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ കൃത്യമായിട്ടുള്ള രീതിയിലുള്ള നെറ്റ്വർക്കിങ്ങിനുള്ള റിലേഷൻഷിപ്പ് ബിൽഡിങ്ങിനുള്ള സാധ്യതകളുണ്ട്. അത് പരമാവധി നമ്മൾ ഉപയോഗിക്കണം. മൂന്നാമത്തേത് പ്രൊഡക്റ്റ് സോഴ്സിങ് അതുപോലെ ഇന്നോവേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നിങ്ങൾ ആദ്യം ഒരു കമ്മ്യൂണിക്കേഷനും നെറ്റ്വർക്ക് ബിൽഡിംഗ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഒരു കാര്യം ഉറപ്പിക്കണം, നിങ്ങളുടേതായിട്ടുള്ള മാർക്കറ്റിംഗ് ടൂളുകൾ അറ്റ്ലീസ്റ്റ് ബിസിനസ് കാർഡുകളെങ്കിലും കൃത്യമായി നിങ്ങൾ കയ്യിൽ കരുതണം. അതുപോലെ എന്തൊക്കെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചിട്ടുള്ള ഒരു ചിലപ്പോൾ നിങ്ങളുടെ ഒരു ബ്രോഷർ ആകാം അല്ലെങ്കിൽ കാറ്റലോഗ് ആകാം. ഇതൊക്കെ നിങ്ങൾ കയ്യിൽ കരുതിയാൽ അത്രയും നല്ലതാണ്. ബിസിനസ് എക്സ്ചേഞ്ചിന് സാധ്യമാണ്. നിങ്ങൾക്ക് ഓൾറെഡി ഉള്ള പ്രൊഡക്റ്റുകളുടെ ഒരു ഇന്നോവേഷനെ കുറിച്ച് സംസാരിക്കാനുള്ള അവസരങ്ങൾ അവിടെ ഉണ്ടാവും. കാൻറ്റൺ ഫെയർ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ വലിയ സാധ്യതകളുണ്ട്. കാരണം അതിൻ്റെ അപ്ഗ്രേഡഡ് ആയിട്ടുള്ള വേർഷനൊക്കെ അവിടെ എത്തിയിട്ടുണ്ടാവും. അത്തരം കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാം. അതിൻ്റെ സോഴ്സിങ് എങ്ങനെയാണ്, അതിൻ്റെ ലോജിസ്റ്റിക്സ് എങ്ങനെയാണ്, അതിൻ്റെ മറ്റുള്ള സാധ്യതകൾ എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് അന്വേഷിക്കുകയും ഒക്കെ ചെയ്യാം. അപ്പോൾ പ്രൊഡക്റ്റ് സോഴ്സിങ്ങും നമ്മുടെ ഓൾറെഡി ഉള്ള പ്രൊഡക്റ്റ് ആൻഡ് സർവീസ് ലൈനിൻ്റെയൊക്കെ ഇന്നോവേഷനും എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു പ്ലാനിങ് ആവാം. ഇന്നോവേഷനിൽ ഒരുപക്ഷെ നമുക്ക് ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കും. കാരണം ഏതൊക്കെ രീതിയിൽ ബിസിനസ് മോഡലിലും ബിസിനസ്സുകളിലും പ്രൊഡക്റ്റുകളിലും പ്രൊഡക്റ്റ് ലൈനിലും ഒക്കെ ഇന്നോവേഷൻ കൊണ്ടുവരാം എന്നുള്ളതിനെക്കുറിച്ചുള്ള നല്ല ഡിസ്കഷൻസിനൊക്കെ സാധ്യതകളുണ്ട്. അപ്പോൾ അവിടെയുള്ള പ്രൊഡക്റ്റ് ലൈനുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് നമ്മുടെ മാർക്കറ്റുമായിട്ട് കണക്ട് ചെയ്തിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ളത് വലിയ പോയിന്റാണ്. അപ്പോൾ അങ്ങനെ കൂടി ആലോചിച്ച് എന്തൊക്കെ ഇന്നോവേഷൻസ് ഓൾറെഡി ഉള്ള ബിസിനസ്സിൽ കൊണ്ടുവരാം എന്നുള്ളതിന് ഏറ്റവും നല്ല സ്ഥലമാണ് കാൻറ്റൺ ഫെയർ. അടുത്തത് നെഗോഷിയേഷൻ ആൻഡ് ഡീൽ മേക്കിംഗ് ആണ്. തീർച്ചയായിട്ടും നമുക്ക് ആവശ്യമുള്ള ക്വാണ്ടിറ്റിയെക്കുറിച്ചൊക്കെ കൃത്യമായി ധാരണയുണ്ടെങ്കിൽ, നമ്മൾ കൃത്യമായി നമ്മളെ നന്നായി പ്രസൻറ്റ് ചെയ്യുകയാണെങ്കിൽ, നമ്മളുടെ കയ്യിൽ നമ്മളുടെ കൃത്യമായിട്ടുള്ളൊരു പ്രൊഫൈലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെക്കുറിച്ച് അവർക്ക് കുറച്ചുകൂടി ഒത്തൻറ്റിസിറ്റി ഫീൽ ചെയ്യും. അവിടെ ഒരു നെഗോഷിയേഷനുള്ള സ്കോപ്പ് നന്നായിട്ടുണ്ട്. നല്ല രീതിയിലുള്ള ഒരു ലോങ് ടേം നെഗോഷിയേഷനുള്ള ഒരു സ്കോപ്പ് ഉണ്ട്. നല്ല രീതിയിൽ നെഗോഷിയേഷനൊക്കെ ചെയ്യുക. അവിടെ ഒരുപാട് ഏജൻറ്റുമാരുണ്ട്. ആ ഏജൻറ്റുമാരുടെ സഹായം വേണമെങ്കിൽ തേടാം. അല്ലെങ്കിൽ അവിടെ തന്നെ ഫ്രണ്ട് ഡെസ്കുകൾ ഉണ്ടാവും, ഹെൽപ്പിംഗ് ഡെസ്കുകൾ ഉണ്ടാവും, അവരുടെ സഹായം തേടാം. പലതരത്തിൽ അവിടെ നമ്മളെ അസിസ്റ്റ് ചെയ്യാനുള്ള ആളുകളുണ്ട്. അത്തരത്തിലുള്ള സംവിധാനങ്ങളുടെ എല്ലാം പരമാവധി യൂട്ടിലൈസേഷൻ എടുത്തുകൊണ്ട് വേണം ഈ നെറ്റ്വർക്കിംഗ് ഒക്കെ ചെയ്യാനായിട്ട്. മാത്രമല്ല അവർ വളരെ ഒത്തൻറ്റിക് ആയിട്ടുള്ള സോഴ്സ് ആണെന്നുള്ളത് നമ്മൾ ഒരു ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷനൊക്കെ നടത്തി ഉറപ്പിക്കുകയും വേണം.
ഫൈനലി ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഡോക്യുമെന്റേഷൻ ആണ്. അവർ എന്തൊക്കെയാണോ പറയുന്നത് അല്ലെങ്കിൽ എന്തൊക്കെ വാഗ്ദാനങ്ങളാണോ നമുക്ക് തരുന്നത് ഇതെല്ലാം കൃത്യമായി ഡോക്യുമെന്റ് ചെയ്യണം, എഴുതിയെടുക്കണം. ഈ ഡോക്യുമെന്റുമായി ഷെയർ ചെയ്യണം. കാരണം കമ്മ്യൂണിക്കേഷനിൽ ചിലപ്പോൾ പല ഹർഡിൽസ് ഉണ്ടാവാം. കാരണം ലാംഗ്വേജ് കൃത്യമായി മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഡോക്യുമെന്റേഷൻ പ്രധാനമാണ്. ചിലപ്പോൾ നമ്മൾ ഇംഗ്ലീഷിലായിരിക്കും ഡോക്യുമെന്റ് ചെയ്യുന്നത്, മേ ബി ചൈനീസ് പോലുള്ള ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്ത് വേണ്ടി വരും അവർക്ക് കൊടുക്കാനായിട്ട്, എന്നിട്ട് വേണ്ടി വരും ഒരു എഗ്രിമെന്റിലേക്കൊക്കെ എത്താനായിട്ട്. അപ്പോൾ കൃത്യമായിട്ടുള്ള ഡോക്യുമെന്റേഷൻ പ്രധാനമാണ്. ഓരോ പോയിന്റുകളും ചിലപ്പോൾ ഒരു സ്കീം ആവാം, അല്ലെങ്കിൽ ഒരു ഡിസ്കൗണ്ട് ആവാം, എന്തുമായിക്കൊള്ളട്ടെ, കൃത്യമായിട്ടുള്ള പോയിന്റുകൾ നമ്മൾ ഡോക്യുമെന്റ് ചെയ്യണം, അതിനൊരു എഗ്രിമെന്റ് ആക്കണം എന്നുള്ളതും പ്രധാനമാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൊഡക്റ്റ് സോഴ്സിങ്ങുമായിട്ടൊക്കെ ബന്ധപ്പെട്ട്, നെറ്റ്വർക്കിങ്ങുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ ഇവയൊക്കെയാണ്. അപ്പോൾ ആദ്യം തന്നെ പ്രിപ്പയർഡ് ആവുക എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. തീർച്ചയായിട്ടും കാൻറ്റൺ ഫെയറിലേക്ക് ഞങ്ങളുടെ കൂടെ പോരാൻ ആഗ്രഹമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കണക്ട് ചെയ്യാം. അപ്പോൾ വെറുതെ ഒരു കാൻറ്റൺ ഫെയർ ട്രിപ്പ്, വളരെ ബിസിനസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സോഴ്സിംഗ് ട്രിപ്പ് മാത്രമല്ല ഇതൊരു ഇന്നോവേഷൻ ട്രിപ്പ് എന്നാണ്, ഇന്നോവേഷൻ ജേണി എന്നാണ് നമ്മളിതിനെ പേരിട്ടിരിക്കുന്നത്. കാരണം എന്തൊക്കെ നമ്മളുടെ ഓൾറെഡി ഉള്ള ബിസിനസ്സിൽ നിന്ന് ഇന്നോവേറ്റ് ചെയ്യാം എന്നുള്ള തോട്ടോടു കൂടിയാണ് നമ്മൾ ഈ യാത്ര പോകുന്നത്. അപ്പോൾ അത് വിമാനത്തിനകത്തിരുന്നാണെങ്കിലും ബസ്സിനകത്തിരുന്നാണെങ്കിലും ഒക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇന്നോവേഷനെ കുറിച്ചായിരിക്കും. സോ ദിസ് ക്യാൻ ബി റിയലി എക്സൈറ്റിംഗ്. നമ്മൾ ഏപ്രിൽ അവസാനം ആണ് യാത്ര പോകുന്നത്, മെയ് ആദ്യവാരവും ഉണ്ടാവും നമ്മൾ ചൈനയിൽ, എന്നിട്ടായിരിക്കും തിരിച്ചു വരുന്നത്. തിരിച്ചു വരുമ്പോൾ തീർച്ചയായിട്ടും ഇതൊരു ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാകാത്ത മെമ്മറബിൾ ആയിട്ടുള്ള ഒരു ജേണി ആകും എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് ഒട്ടും സമയം കളയണ്ട. നിങ്ങളൊരു ബിസിനസ്സുകാരനാണെങ്കിൽ ഒരിക്കലെങ്കിലും കാൻറ്റൺ ഫെയർ വിസിറ്റ് ചെയ്തേ പറ്റൂ എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അത് ഇപ്പോൾ തന്നെയാകട്ടെ. ഓൾ ദി ബെസ്റ്റ്.